ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. ഈ പ്രാവശ്യത്തെ എപ്പിസോഡ് കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ. സ്പെഷ്യൽ ആണെന്ന് പറയാൻ കാരണം ഈ പ്രാവശ്യം തിരുവല്ലാമലയിലെ ഹോണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൾതാമസമില്ലാത്ത ഒഴിഞ്ഞു കിടക്കുന്ന മനകളും പിന്നെ ടോംപുകളും ശവകുടീരങ്ങളും ഒക്കെ തേടിയല്ല ഒരു സ്പെഷ്യൽ യാത്രയാണ്. ഇതെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, അല്ലെങ്കിൽ ഇതെല്ലാം കാണാൻ പറ്റും. പക്ഷെ ഒരു ഹണ്ടിങ്, ഈ പറഞ്ഞ പോലെ ഒരു യാത്ര, ആ യാത്രയിൽ ഇതുപോലത്തെ സ്പെഷ്യൽ പ്ലേസുകളും സ്പെഷ്യൽ കഥകളും എല്ലാം വരുന്ന ഒരു യാത്ര. ഈ യാത്രയിൽ ഒന്നും കൂടി എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. യാത്ര എല്ലായ്പ്പോഴും പോലെ തന്നെ ഇവിടുന്ന് ബസ് കയറി തിരുവല്ലാമലയിൽ എത്തുകയും അവിടുത്തെ ഈ സ്ഥലങ്ങൾ നമ്മൾ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച കുറച്ച് സ്ഥലങ്ങൾ പോയി കാണുക, ഫൂട്ടേജ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക, സ്റ്റോറി ആക്കുക, ഈ ഒരു തോട്ട് പ്രോസസ്സിലൂടെയാണ് ഞാൻ ഇറങ്ങണത്. പക്ഷെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങി എൻ്റെ മനസ്സിൽ ഒരു പേടി മനസ്സിൽ കിടപ്പുണ്ട്. എന്തോ പല ബ്ലോക്കുകളുള്ള പോലെ, തടസ്സങ്ങളുള്ള പോലെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങി. ഞാൻ ഇവിടുന്ന് ബസ് കയറി, എന്താ പറയാ, വൈറ്റ് ലൈനിൽ നിന്ന് ബസ് കയറി തിരുവല്ലാമലയിൽ എത്തി. അവിടെ ബസ് ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിക്കണേ, എടാ നിന്റെ ഏറ്റവും അടുത്തുള്ള ഒരു സുഹൃത്ത് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഏറ്റവും ഞങ്ങളുടെ കോമൺ ആയിട്ടുള്ള ഒരു സുഹൃത്ത് ആക്സിഡന്റ് ആയിട്ട് അത്യാവശ്യം ഹോസ്പിറ്റലിൽ കിടക്കണേണ് എന്നുള്ള രീതിയിൽ. എനിക്കെന്തോ ഇതെല്ലാം കൂടി കേട്ടപ്പോൾ ഇതും ഈ യാത്രയും ഈ ഒരു കണ്ടന്റും കൂടി ആയതുകൊണ്ട് തന്നെ മനസ്സിലൊരു പേടിയല്ല, സംതിങ് എന്തോ ഈ ഒരു പേടി, ഉൾവിളി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പേടി മനസ്സിൽ ഫീൽ ചെയ്തു. പക്ഷെ യാത്ര തുടങ്ങിയതാണ്, കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ, എപ്പിസോഡ് നമുക്ക് കൊണ്ടുവന്നേ പറ്റൂ. അങ്ങനെ എന്തായാലും യാത്ര സ്റ്റോപ്പ് ചെയ്തില്ല, യാത്ര തുടർന്നു. അങ്ങനെ ഈ പ്രാവശ്യത്തെ എപ്പിസോഡിൽ എൻ്റെ കൂടെ രണ്ടുപേരാണ് കേട്ടോ. എൻ്റെ മകൻ അനൻ, പിന്നെ എൻ്റെ ചേച്ചിയുടെ മകനായിട്ടുള്ള അപ്പു. ഇവരോട് രണ്ടുപേരോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഈ പ്രാവശ്യം എപ്പിസോഡിൽ പോകണമെന്നാണ്. പോകണമെങ്കിൽ രണ്ടുപേരും വരില്ല. പക്ഷെ ആദ്യം ഞാൻ എന്ത് തീരുമാനിച്ചെന്ന് വെച്ചാൽ ലക്കടി പുഴയിൽ പോയി ഒന്ന് കുളിക്കാം. ലക്കടി പാമ്പാടിയിലുള്ള ഭാരതപ്പുഴയിൽ ഒന്ന് പോയി കുളിച്ചതിന് ശേഷം പിന്നെ ഇറങ്ങാം. പക്ഷെ ഈ നട്ടുച്ച സമയത്ത് പുഴയിൽ പോയി കുളിക്കരുത് എന്നും പറഞ്ഞ് എന്നെ വീട്ടില് അച്ഛൻ ചീത്ത പറഞ്ഞിരിക്കണം. ആ സമയത്ത് അങ്ങനെ ഭാരതപ്പുഴയിലോ അങ്ങനത്തെ പുഴകളിലൊന്നും പോയി കുളിക്കാൻ പാടില്ല എന്നാ പറഞ്ഞു. പേടി തട്ടും, കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പേടി തട്ടും, അങ്ങനെയൊക്കെ പല വിശ്വാസങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഇല്ല, ഞാനല്ല കൂടെ ഉള്ളത്, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കുട്ടികൾ ഭയങ്കര എന്താ പറയാ പോണം എന്നുള്ളൊരു വാശിയിലും തന്നെ. അപ്പൊ ഞങ്ങൾ എന്തായാലും കുളിക്കാൻ വേണ്ടി ഇറങ്ങി അവിടേക്ക്. അങ്ങനെ ഞങ്ങൾ ലക്കടി പുഴയിൽ ഇറങ്ങി അവിടെ ചെന്നപ്പോൾ കാണുന്ന വെച്ചാൽ ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് പേര് അവിടെ കുളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുളിക്കാൻ വന്ന 2-3 പേരെ ഞങ്ങൾ പരിചയപ്പെടുക. ആ നാട്ടിലെ കുറച്ച് ഊർജ്ജസ്വലരായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുകയും ചെയ്തു. അങ്ങനെ കുളിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ഈ പുഴയുടെ നടുക്കായിട്ട് ഒരു ചെറിയൊരു കുളമുണ്ട്. അത് അത്യാവശ്യം വലിയ ഒരു കുളമാണ്. ആ കുളത്തിൽ ഇറങ്ങാം എന്നുള്ളൊരു, ആ കുളത്തിലല്ല, ആ കുളമല്ല, കിണർ. അങ്ങനെ അപ്പു ക്യാമറ തലയിൽ റിഗ് ചെയ്തതിന് ശേഷം കിണർ ലക്ഷ്യം വെച്ചുകൊണ്ട് നീന്തി. ഇതിനൊപ്പം തന്നെ കുഞ്ഞും നീന്തി കടക്കുന്നുണ്ട് അതിന്റെ അപ്പുറം തന്നെ. അപ്പോ ഈ അപ്പു പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഈ ക്യാമറ എൻ്റെ കയ്യിലോട്ട് തരികയും ഞാൻ അതേപോലെ തന്നെ നീന്താമെന്ന് തീരുമാനിക്കുകയും ചെയ്യണം. അങ്ങനെ ഈ തീരുമാനത്തിനനുസരിച്ച് ഞാൻ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ നീന്തുക എന്നുള്ള രീതിയിൽ ഞാൻ നീന്തണേനെ ഇവിടെ. ആദ്യമൊക്കെ ആഴം അധികം ഉണ്ടായിരുന്നില്ല, പിന്നെ നീന്തി തുടങ്ങി കഴിഞ്ഞപ്പോൾ ആഴം കൂടി തുടങ്ങി. അപ്പൊ ഞാൻ എങ്കിലും എൻ്റെ ഉള്ളിലൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, ഞാൻ കുറച്ചൊക്കെ നീന്തും എന്നുള്ളത്, അത് വെച്ചിട്ട് ഞാൻ നീന്താൻ വേണ്ടി തുടങ്ങി. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നീന്തി തരുമ്പോ എൻ്റെ പെട്ടെന്ന് മനസ്സിലേക്ക്
പേടി അടിച്ചു കയറി. കാരണം ഒന്ന് കാണാൻ പോണ സ്ഥലവും പിന്നെ ഇതൊക്കെ പെട്ടെന്ന് ആ പുഴയുടെ നടുക്കാണെന്ന് വിചാരിക്കണം. അവിടെ വെച്ചിട്ട് എന്റെ മനസ്സിലേക്ക് പെട്ടെന്നുള്ള പേടി അടിച്ചു കയറി. പെട്ടെന്ന് ഞാൻ കാല് അടിയിലെത്ത് എന്താ പറയാ പറഞ്ഞ നിലയുണ്ടോന്ന് നോക്കുമ്പോഴും നിലയില്ല. പെട്ടെന്ന് ഞാൻ തിരിച്ച് എന്റെ കോൺഫിഡൻസ് കംപ്ലീറ്റ് ഒലിച്ചു പോയി. കാരണം ആ സമയത്ത് എനിക്ക് എന്താ പറയാ, എനിക്ക് ആ സമയത്ത് എന്റെ മനസ്സിൽ തോന്നിയ പേടി അത് എന്റെ കംപ്ലീറ്റ് കോൺഫിഡൻസും എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി. ഞാൻ ഓർത്തു പെട്ടു. തിരിച്ചു നീന്താമെന്ന് ബാക്കോട്ട് നോക്കുമ്പോൾ ആ ദൂരം പേടിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ തിരിച്ച് കിണറിന് അങ്ങോട്ട് നീന്താലോ എന്നുള്ള ദൂരം നോക്കുമ്പോൾ അതും പേടി. അപ്പോഴേക്കും ഞാൻ നടുക്കെത്തിയിരുന്നു, ഞാൻ പെട്ടു. ഞാൻ കൈയും കാലത്തിട്ട് പൊക്കി കാണിക്കുന്നുണ്ടെങ്കിലും ചുറ്റുമുള്ള ആൾക്കാർ കാണുന്നത് ഞാൻ ബ്ലോഗ് ചെയ്യുന്നതായിട്ടാണ്. കാരണം ഞാൻ മുങ്ങണതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ തിരിച്ചു നീന്താന്നുള്ളൊരു തീരുമാനത്തിലെത്തി. തിരിച്ചു നീന്താൻ വേണ്ടി ഒരു കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് ഒരു കയ്യിൽ നീന്തി ഞാൻ നല്ലോണം കാരണം നീന്തി തോറും ഞാൻ തളർന്ന് തന്നെ അടിയിൽ നിന്ന് ആരും എനിക്ക് വലിക്കുന്നത് പോലെ, പിന്നെ പുഴയുടെ അടിയിൽ നിന്ന് ആരും വലിക്കുന്നത് പോലുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ശരിക്കും പെട്ടെന്ന് ഞാൻ വിചാരിച്ചു തീർന്നു. കാരണം ഇത് എന്റെ അവസാന സമയമാണ് എന്നുള്ള രീതിയിൽ മനസ്സിൽ ഞാൻ തീരുമാനിച്ചു. പെട്ടെന്ന് മനസ്സിൽ മിന്നിമായത് മകനെ കുടുംബത്തേക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ മിന്നിമായണേ. കാരണം ഞാൻ വെള്ളം കുടിച്ചു തുടങ്ങി. എനിക്ക് ആകെ കാണാൻ പറ്റാവുന്നത് ഞാൻ പൊങ്ങുമ്പോ കാണുന്നത് ഒരു പയ്യൻ അവിടെ ഇരുന്ന് എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവന്റെ വിചാരം ഞാൻ എന്താ പറയുക വ്ളോഗ് ചെയ്യണമെന്നാണ്. ഞാനവിടെ കൈപൊട്ടി കാണിക്കുന്നുണ്ട്, അതിനനുസരിച്ച് അവൻ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ വെള്ളം പതുക്കെ എന്റെ മൂക്കിലോട്ട് കയറാൻ തന്നെ എന്റെ കാലൊക്കെ പതുക്കെ കുഴയാൻ തുടങ്ങി. ഞാൻ പതുക്കെ മറിയാൻ തുടങ്ങി കഴിഞ്ഞപ്പോ പതുക്കെ മുങ്ങിയ വെള്ളത്തിന്റെ അടിയിലോട്ട് പതുക്കെ ഇതായി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് മനസ്സിലായി ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പോകും എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ തോന്നുന്നു രണ്ടും കൽപ്പിച്ച് ക്യാമറ കയ്യിൽ ആ ക്യാമറ കൊണ്ട് തിരിച്ച് അടിച്ച് നീന്താൻ തുടങ്ങി. അങ്ങനെ നല്ല രീതിയിൽ പ്രഷറിൽ നല്ല മൂവ് നീന്തിയിട്ടും നമ്മൾ എത്തുന്നില്ലാത്തൊരവസ്ഥയില്ല. എന്ന് വെച്ചാൽ നമ്മൾ നീന്തുന്നുണ്ട് പക്ഷെ അവിടെ എത്തുന്നില്ല. എന്തോരം നീന്തിട്ട് എത്തുന്നില്ല. ആരോ ദൂരേല് നമ്മളെ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ ദൂരെ കാലനിരുന്ന് നമ്മളെ നോക്കി ചിരിക്കുന്നു, നീ മരിക്കും എന്നുള്ള രീതിയിൽ. ആ പയ്യനെ എനിക്ക് അങ്ങനെ ഉണ്ടോ മനസ്സിലായത്. അവൻ എന്നെ നോക്കി ചിരിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ നീന്തിട്ട് എത്തണമില്ല, ഞാനിപ്പം മരിക്കും. ഞാനിപ്പോ എന്റെ മനസ്സിൽ മിന്നിമാണ് എന്റെ ബോഡി എങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകും, മകനെ കൊണ്ടാണ് വന്നേക്കുന്നത്, വീട്ടുകാരെ ചിന്തിക്കും എന്നുള്ള മനസ്സിൽ ഇതൊക്കെ തോട്ട് പ്രോസസ്സിലൂടെ ഇങ്ങനെ കവർ ചെയ്ത് പോയി. പെട്ടെന്ന് ഫുള്ളായിട്ട് കുഴഞ്ഞ് പതുക്കെ വെള്ളം കുടിച്ച് പതുക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അതേ കാല് നിലത്ത് മുട്ടി. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ അതെ എന്റെ അരക്കൊപ്പം വെള്ളമുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ നീന്തിയ അറ്റം വരെ എത്തിയിരുന്നു. അങ്ങനെ ഞാൻ ക്യാമറ അവിടെ കൊണ്ട് വെച്ച് ബ്രീത്ത് എടുത്ത് അപ്പോഴാണ് എനിക്ക് ആ ഒരു ഇത് മനസ്സിലാവുന്നത് വെച്ചാൽ ഞാൻ ചത്തിട്ടില്ല എന്ന് മനസ്സിലാകുന്നത്. ശരിക്കും ജീവിതത്തില് എന്താ പറയാ ഒരു എൻഡിങ് പോയിന്റ് കണ്ടൊരു നിമിഷമായിരുന്നു. മരിച്ചു എന്ന് വിചാരിച്ച ഒരു നിമിഷം, ജീവിതത്തിന്റെ എൻഡിങ് പോയിന്റ് കണ്ടൊരു നിമിഷമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ മരിച്ചു എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച നിമിഷം. എനിക്ക് ഈ അപകടം പറ്റിയ കാര്യം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയ കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ല. കാരണം എല്ലാവരും പേടിക്കും, കുട്ടികളല്ലേ. ഞങ്ങളങ്ങനെ പതുക്കെ അവിടെ നിന്ന് തീണ്ടാപ്പാറ എന്ന് പറഞ്ഞ കാടിനോട് അടുത്ത് കിടക്കുന്ന ഒരു ഒറ്റയാൻ പാറയും പിന്നെ അവിടെ പറഞ്ഞ കൃഷി വകുപ്പിന്റെ ഒരു ചെറിയൊരു വിത്ത് ശേഖരണ സ്ഥലമൊക്കെ ഉള്ള ഒരു ചെറിയ സ്ഥലം. പിന്നെ ചുറ്റിനും കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ആ നാട്ടുകാർ. പക്ഷെ അവിടെ വന്യജീവി ശല്യം ഭയങ്കരമായിട്ടുള്ളൊരു സ്ഥലവും കൂടിയാണ്. ഞാൻ ആ പാറയുടെ അവിടെ ചെന്നു. ഞങ്ങൾ അവിടെ വന്ന് ബൈക്ക് വെച്ച് ഇറങ്ങി. കേൾക്കുമ്പോൾ തന്നെ അങ്ങ് ദൂരെ നിന്ന് തന്നെ ഇങ്ങനെ കൊട്ടണ ശബ്ദം ഇങ്ങനെ കേൾക്കും. ഞാനിങ്ങനെ എൻ്റെ കൂടെയുള്ള അപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പു ഇതെന്താടാ? അപ്പോൾ പറയുന്നത് ഏതെങ്കിലും വന്യമൃഗങ്ങളെ ഓടിക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ. കാരണം ഈ മറ്റേ പന്നിയുടെ ശല്യം ഭയങ്കരമായിട്ട് ഉണ്ടായ രീതിയിൽ. അങ്ങനെ ഞാൻ അവിടെ പാറ ചുട്ട് പഴുത്ത് വൈകിട്ടായപ്പോ ആറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇറങ്ങി നടന്ന് പാടത്തിന്റെ വരമ്പിലൂടെ ഇങ്ങനെ നടന്നപ്പോ ഈ അവിടെ 1-2 ശവകുടീരങ്ങൾ അവിടെ കണ്ടു. അതിപ്പോ ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോ അധികം വർഷം ഒരെണ്ണത്തിന് നല്ല വർഷം പഴക്കമുണ്ട്, ഈ പറഞ്ഞ പോലെ ഒരു 100 yearsനടുത്ത് പഴക്കമുണ്ട്. മറ്റൊന്ന് അധികം വർഷം പഴക്കമില്ല.
അപ്പോൾ അതിനെക്കുറിച്ച് അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, ഡേറ്റ് അടക്കം എഴുതിയിട്ടുണ്ട്. അപ്പൊ നോക്കിയപ്പോ അത് ആ നാട്ടിലെ തന്നെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ എന്താ പറയാ ആൾക്കാരുടെ തന്നെ 1-2 പ്രായമായവരുടെയൊക്കെ ഒരു ശവകുടീരങ്ങളാണ്. ഈ കാടിനോടടുത്ത് ഈ കൃഷി സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ 2-3 ശവകുടീരങ്ങൾ നമ്മുടെയൊക്കെ സിമിത്തേരിയിലൊക്കെ ആണല്ലോ. ഇങ്ങോട്ട് വരുമ്പോ ഇതാണ് ബേസിക്കലി എന്റെ മെയിൻ കണ്ടന്റ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഞാൻ വന്നേക്കണം. എന്നിട്ട് ശവകുടീരൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ബൈക്കിൽ പതുക്കെ മുകളിലോട്ട് കയറി കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ഇങ്ങനെ കൊട്ടിങ്ങനെ കേൾക്കുന്നുണ്ട്. ആ കൊട്ടെന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ കൊട്ടിങ്ങനെ ഫോളോ ചെയ്യുന്നത് പോലെ എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് പോകാൻ പോകുന്നത് നമ്മളെ ആ ഒറ്റപ്പെട്ട ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന മനയിലേക്കാണ്. ഈ മനയെ കുറിച്ച് കുറെ കഥകൾ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കളക്ട് ചെയ്തിരുന്നു. ഒന്ന്, അവിടെ ഉണ്ടായിരുന്നവര് പറഞ്ഞ പോലെ വാർദ്ധക്യമായവർ മരിച്ചു പോയിട്ടുണ്ട്, ദുർമരണം നടന്നിട്ടുണ്ട്. അങ്ങനെ പല കഥകളും അവിടെ ഇവിടുന്നൊക്കെ ആയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ അവിടെ താമസിക്കുന്നില്ല, പോകുന്നത് ഡേഞ്ചർ ആണ്. ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഈ പറഞ്ഞ പോലെ അവിടെ ഉള്ള ദുരാത്മാവും പിന്നെ നമ്മളെ ഹോണ്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പോരും എന്നൊക്കെ പറഞ്ഞ പല കഥകളും ഞാൻ നാട്ടിൽ നിന്ന് അവിടെ ഇവിടെ നിന്നൊക്കെ ആയിട്ട് അങ്ങോട്ട് കയറാൻ നേരത്ത് ആളുകൾ എന്നോട് പറഞ്ഞു. ബൈക്ക് അവിടെ വെച്ചതിന് ശേഷം ആ കാടിന്റെ ഇടയിലൂടെ പതുക്കെ ഞങ്ങള് നടന്ന് അകത്തോട്ട് മൂവ് ചെയ്തു. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ചെറിയ പ്രേത വീട്ടിലാണ്. ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കണ ഒരു പ്രേത വീട്. നല്ല വലിയൊരു മന പോലത്തെ ഒരു വീടാണ് കേട്ടോ. നമുക്ക് കയറി നോക്കാം. നമുക്ക് അതിൻ്റെ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ, നിലത്ത് പാമ്പുണ്ടോ എന്നുള്ളൊരു വേറൊരു പേടിയും മനസ്സിലുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അനധികൃതമായിട്ടാണ് ആ സ്പേസിലേക്ക് കയറുന്നത്. നമ്മൾ പെട്ടെന്ന് ഇറങ്ങുമെങ്കിൽ തന്നെ പക്ഷെ ക്യൂരിയോസിറ്റി ഉണ്ട്, അതേപോലെ തന്നെ പേടിയുമുണ്ട്. പക്ഷെ എത്താൻ പോണ സ്ഥലത്ത് ഇത്രക്ക് ഇതായിട്ടുള്ളൊരു പേടിപ്പിക്കുന്ന ഒരു സ്പേസ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലറിയാനും പാടില്ല. അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്ന് കാരണം ബിൽഡിങ്ങിന്റെ പകുതിയോളം പല സ്ഥലങ്ങളിലായിട്ടും തകർന്നടിഞ്ഞ് കിടക്കണതാണ്. ഇടിഞ്ഞ് നിലത്തോട്ട് വീണ് തന്നെ കിടക്കുന്നുണ്ട്. അവർ യൂസ് ചെയ്യുന്നുണ്ട്. പണ്ട് കാലത്ത് ആ സമയത്ത് ഇവർ എത്ര പ്രൗഢിയോടെ ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നിരിക്കും. ബാത്റൂമും അടുക്കളയും കിച്ചണും ഹാളും എല്ലാം ഇടിഞ്ഞ് നിലത്ത് കിടക്കുന്നു. പക്ഷെ വീടിന്റെ ഉമ്മറം വശം മാത്രം ഇങ്ങനെ വിസ്തരിച്ച് ഗാംഭീര്യത്തോടെ നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ശബ്ദവും അവിടെ ഒരു പ്രത്യേകതരം മണവും എന്നെ ഫോളോ ചെയ്യുന്നത് പോലെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. എന്താന്ന് വെച്ചാൽ ആ ഒരു മണം എനിക്ക് ചുറ്റിനും ഉള്ളത് പോലെ, കാരണം ഞാൻ ശ്വസിക്കുമ്പോഴൊക്കെ ആരോ കൂടെ ഉള്ളത് പോലത്തെ ഒരു സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നടന്നു പതുക്കെ ഡോറിന്റെ അവിടെ ചെന്നപ്പോ ഡോറ് തുറക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ എനിക്കൊരു പേടി.
ഒന്ന് ഡോറ് തുറന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതൊരു പേടിയും, പിന്നെ മറ്റേത് എന്താ പറയുക, പേടി ഭയങ്കരമായിട്ട് മനസ്സിലോട്ട്. ഇത് ഞാൻ നേരത്തെ സംഭവിച്ച ആ സംഭവം ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, പിന്നെ ഈ കുറെ കഥകൾ കേട്ടത് കൊണ്ടാണോ എന്നറിയില്ല, മനസ്സിന് ഭയങ്കര പേടി. പക്ഷെ രണ്ടും കൽപ്പിച്ച് വാതിൽ തുറക്കാൻ തന്നെ തീരുമാനിച്ചു. ഉള്ളിലെ പേടി വേണ്ട, ചെയ്യണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷെ എനിക്ക് ചെയ്തേ പറ്റൂ. ഞാൻ തുറന്നു, രണ്ടും കൽപ്പിച്ചു, കുറ്റി തുറന്ന് വാതിൽ തുറക്കലും പേടിച്ചു പോവാന്ന് പറയില്ല. വാതിൽ തുറക്കൽ ഞാൻ സത്യത്തിൽ പേടിച്ച് വിറങ്ങലിച്ചു പോയി. കാരണം എന്ന് വെച്ചാൽ അതിന്റെ അകത്തുനിന്ന് ഞാൻ ഈ സിനിമയിൽ കാണുന്നത് പോലെയുള്ള വവ്വാലുകളൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നുള്ള ബാക്ക് കവർ ചെയ്ത് പുറത്തോട്ട് പറയണേ. കുഞ്ഞും പേടിച്ചു, പിള്ളേരെല്ലാരും പേടിച്ചു. ആ സമയത്ത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ക്യാമറ ആ സമയത്ത് എന്റെ കയ്യിൽ നിന്ന് നിലത്തോട്ട് പോയി. ഷൂട്ട് ചെയ്യാന്നുള്ള ഒരു മൂഡിൽ നിന്നും ഒക്കെ വിട്ട് പോയിരുന്നു. ശരിക്കും പേടിച്ചു പോയെന്നല്ല, കാരണം അതിന്റെ അകത്ത് ഞാൻ കണ്ണ് തുറന്ന്, കാരണം വെളിച്ചം എന്റെ കണ്ണിലേക്ക് കയറുകയും പിന്നെ ഈ വെളിച്ചം പതുക്കെ ബാലൻസ് ആയി. പിന്നെ ലാസ്റ്റ് ഞാൻ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 3-4 കസേരകൾ കിടക്കുന്നുണ്ട്, മരിച്ച ഒരു സ്ത്രീയുടെ ഫോട്ടോ ഉണ്ട്, അനധികൃതമായ ആൾക്കാർ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള മദ്യപാന കുപ്പികളൊക്കെ അവിടെ ഉണ്ട്. ഒന്ന് മനസ്സിലായി, പ്രേതമുണ്ടോ ഇല്ല എന്നുള്ളതല്ല. പക്ഷെ ഇങ്ങനെയുള്ള ആംബിയൻസിൽ ഏറ്റവും കൂടുതൽ വവ്വാലുകൾ ഭയങ്കരമായിട്ട് താമസിക്കുന്നുണ്ട്. ഈ വവ്വാലുകളുടെ ആംബിയൻസ് ആയിരിക്കാം, ഈ സ്മെല്ലായിരിക്കാം എന്നെ ഫോളോ ചെയ്തത്. കാരണം വവ്വാല് തൂങ്ങിക്കിടക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക സ്മെല്ലുണ്ട്. എന്നാൽ അകത്ത് കയറി ഞാൻ കുറച്ച് ഫൂട്ടേജുകൾ എടുത്തപ്പോഴേക്കും എനിക്ക് പുറമേ നിന്ന് എനിക്ക് വിളി വന്നു തുടങ്ങിയിരുന്നു. ആൾക്കാർ ഒരാളെന്നെ പുറത്തുനിന്ന് വിളിക്കും, അവിടെ കയറണത് ഡേഞ്ചർ ആണ്, നിങ്ങൾ കയറില്ലെന്ന് പറഞ്ഞ ഒരാളെന്നെ വിളിച്ചു. നമുക്ക് കിട്ടി ഉള്ളത്. പുറത്തിറങ്ങിയ എന്നെ കാത്ത ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ സമയത്ത് നിങ്ങൾ അവിടെ കയറണത് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാല് അന്നത്തെ ഡേറ്റ്, ആ ഒരു സമയം ശരിയല്ല. പിന്നെ അവിടെ വെച്ചിട്ട് അപകടം പറ്റി കഴിഞ്ഞാൽ പുറത്താരും അറിയില്ല.